പ്രിയമുള്ളവരെ, പി ലത്തീഫ് വ്ലോഗ്സിലൂടെ ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് പിച്ചവെക്കാൻ തുടങ്ങിയ നാൾ മുതൽ തുടക്കം കുറിച്ച സൗഹൃദം വർഷം ഒത്തിരി പിന്നിട്ടിട്ടും ഇനിയും മറയാതെ മായാതെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പടർന്നു പന്തലിച്ച വൻമരം തന്നെയാണ്. ഞങ്ങളുടെ സുഹൃബന്ധങ്ങളിൽ നല്ലൊരു ശതമാനം ആളുകളും പ്രവാസി സുഹൃത്തുക്കളാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഒരുമിച്ച് കൂടാൻ സാധ്യമാകാറില്ല. അങ്ങനെയുള്ളൊരു അകലം കുറക്കുന്നതിനും നടന്നു നീങ്ങിയ ദൂരവും പിന്നിട്ട വഴികളും അവയ്ക്കിടയിലെ നേട്ടവും കോട്ടവും സന്തോഷവും സങ്കടവും പരസ്പരം ഓർത്തെടുക്കാനും പങ്കുവെക്കാനും ഇങ്ങനെ ഒരു വിനോദയാത്ര ഒത്തിരി സഹായകമാകും എന്നൊരു തിരിച്ചറിവാണ് ഞങ്ങളുടെ യാത്രയ്ക്ക് പ്രേരണയായത്. ഞങ്ങളുടെ യാത്രയിലെ പ്രധാന മുഹൂർത്തങ്ങൾ പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിക്കുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ലക്ഷ്യം സൗഹൃദങ്ങളെ ഇഷ്ടപ്പെടുന്നവരാണല്ലോ നാം ഓരോരുത്തരും, പ്രത്യേകിച്ച് കുട്ടിക്കാല സൗഹൃദം. അങ്ങനെയെങ്കിൽ ഈ യാത്രയും സൗഹൃദങ്ങളെ ഇഷ്ടപ്പെടുന്ന മാന്യപ്രേക്ഷകർക്ക് ഒത്തിരി ഇഷ്ടമാകും എന്ന പ്രതീക്ഷയിൽ ഈ വീഡിയോ മാന്യപ്രേക്ഷകർക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ യാത്ര ഇപ്പോൾ മലപ്പുറത്തോട് വിട പറഞ്ഞ് കോഴിക്കോടിനെ കവർ ചെയ്ത് അടിവാരത്ത് നിന്നും വയനാട് ലക്ഷ്യം വെച്ച് മുന്നോട്ട് കുതിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വയനാട് ചുരം കയറുമ്പോഴുള്ള അതിമനോഹരമായ കാഴ്ചകളാണ് പ്രേക്ഷകർ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ യാത്രക്കാരിൽ നിന്നും ഒരുപക്ഷെ കിട്ടാൻ സാധ്യതയുള്ള ഭക്ഷണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് കുരങ്ങന്മാർ. എന്തായാലും ഞങ്ങളുടെ ഈ യാത്ര മനസ്സിന് ഒത്തിരി സന്തോഷം നൽകുന്ന ധാരാളം അനുഭവങ്ങൾ പങ്കുവച്ചു എന്നുള്ളതാണ്. പച്ചപ്പരവതാനി വിരിച്ച് ആകാശമുട്ടെ ഉയർന്നു നിൽക്കുന്ന കുന്നും മലകളും കാലവർഷം സജീവമായതുകൊണ്ട് തന്നെ കാറ്റും മഴയും മരം കോച്ചും തണുപ്പും ആസ്വദിച്ചുകൊണ്ട് ഉയരങ്ങളിൽ നിന്നും ഉയരങ്ങൾ തേടി ഞങ്ങളുടെ വാഹനം അതിവേഗം കുതിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ യാത്രയിൽ തൽക്കാലം ഞങ്ങളുടെ സങ്കടങ്ങളെല്ലാം ഞങ്ങൾ മാറ്റിവെക്കുന്നു. കാരണം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവരുടെ പ്രതീക്ഷക്കനുസരിച്ച് ഉയരാൻ ചുമടെടുത്ത് തളർന്ന തൊഴിലാളികൾ ഒരല്പസമയം വിശ്രമം ആഗ്രഹിച്ചു പോകുമല്ലോ, അതുപോലെ തന്നെ ഞങ്ങളും ഒന്ന് വിശ്രമിക്കട്ടെ. അതിനിടയിൽ യാത്രയിൽ ശ്രദ്ധയിൽപ്പെട്ട മലയണ്ണാനാണ് മാന്യപ്രേക്ഷകർ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ ഒത്തിരി കാഴ്ചകൾ നമുക്ക് മുന്നോട്ടുള്ള യാത്രകളിലും കാണാനുണ്ട്. വിവിധങ്ങളായ വനവാസ ജീവികളെ. വയനാട് ചുരം കയറിയതിന് ശേഷം ഞങ്ങൾക്ക് വൈത്തിരി എത്തേണ്ടതുണ്ട്. വൈത്തിരി വഴി ഞങ്ങൾ കൽപ്പറ്റയും കടന്ന് ഞങ്ങൾക്ക് മുട്ടിലിൽ ഒരല്പസമയം വിശ്രമമുണ്ട്. കാരണം മുട്ടിലിലാണ് ഞങ്ങളുടെ നാട്ടിൽ ഒത്തിരി നാളുകൾ നിന്നിരുന്ന ഒരാളുടെ വീട്. അദ്ദേഹത്തിൻ്റെ പേര് അഷറഫ് എന്നാണെങ്കിലും അദ്ദേഹത്തെ ഞങ്ങളെല്ലാവരും വിളിച്ചിരുന്നത് മുട്ടിൽ എന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ നാടിൻ്റെ പേരിൽ തന്നെ അദ്ദേഹത്തെ നിരന്തരമായിട്ട് എല്ലാവരും വിളിച്ചതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരെന്താണെന്ന് നല്ലൊരു ശതമാനം ഞങ്ങളുടെ നാട്ടുകാരായിരിക്കുന്ന ആളുകൾക്ക് അറിയില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. അങ്ങനെ ഞങ്ങളുടെ യാത്ര മുട്ടിലെത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ പ്രിയ സുഹൃത്തിൻ്റെ നാട്ടിലെത്തിയിട്ടുണ്ട്. കൂട്ടുകാരെല്ലാവരും കൂടി ചേർന്ന് അവനുമായിട്ട് കളിച്ചിരി തമാശയിൽ മുഴുകിയിരിക്കുകയാണ്. എന്തായാലും ഞാൻ വീഡിയോ കൈകാര്യം ചെയ്യുന്നുണ്ട്, ക്യാമറ കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് ആ കൂട്ടത്തിൽ എനിക്ക് ഇപ്പോൾ പങ്കാളിയാകാൻ സാധിക്കില്ല എന്നുള്ളതാണ്. എന്തായാലും അവന് മനം തുറന്ന് ഞങ്ങളുടെ നാട്ടിൽ ജീവിച്ചിരുന്ന സമയത്ത് ഉള്ള കുറേ അനുഭവങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. കൂട്ടത്തിൽ എങ്ങനെയാണ് അവനക്ക് മുട്ടിൽ എന്ന പേര് വീണതെന്നും ആരാണ് ആ പേര് അവന് സമ്മാനമായി നൽകിയതെന്നും ഒക്കെയുള്ള രസകരമായ വിശേഷങ്ങളാണ് ഇനി നമുക്ക് കാണാനുള്ളത്. ആ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ് അവനുമായിട്ട് ഒരല്പസമയം ചെലവഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ അടുത്ത യാത്ര ആരംഭിക്കാൻ പോകുന്നത്. നേപ്പാളിൽ ഒന്ന് രണ്ടെണ്ണം അതൊക്കെ ഈ വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടവും കാര്യങ്ങൾ തന്നെ ഉള്ളൂ. വയനാട് വന്നിട്ട് കാണാൻ സ്ഥലം എവിടെയാണെന്ന് ഒരുപാടുണ്ട്. ഇതന്നെ നമ്മൾ ഈ കണ്ടത് ഊഹിച്ചത് മാത്രമേ ഉള്ളൂ. മനസ്സിലായാ? നമുക്ക് ഊഹിച്ചാൽ കിട്ടുന്ന സംഗതി ഉണ്ടല്ലോ. അതെ അതെ അതെ. അല്ല മുട്ടിലെ മുട്ടിലിനെ നമ്മളൊക്കെ മുട്ടിൽ നിന്നാണല്ലോ വിളിച്ചത്. അപ്പൊ നമ്മള് മുട്ടിലാണ് നിൽക്കുന്നത്. മുട്ടിൽ വന്നിട്ട് മുട്ടിലിനെ കണ്ടു നമ്മള്. അപ്പൊ ഈ മുട്ടിൽ എന്നുള്ള പേരാറിട്ട് പേര് ന്യൂസ് ന്യൂസ് പാക്കാണ്. അപ്പൊ മുട്ടിൽ എന്നുള്ള പേരിട്ടല്ലേ? പേരിട്ട് ഞാനാണ്. അങ്ങനെയാണ്. അങ്ങനെ ഞങ്ങൾ മുട്ടിൽ എന്ന നാട്ടിനോടും മുട്ടിൽ എന്ന ഞങ്ങളുടെ സുഹൃത്തിനോടും യാത്ര പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഞങ്ങളുടെ ലക്ഷ്യം അമ്പലവയൽ
കാരാപ്പുഴ ഡാമാണ്. അന്തരീക്ഷം ഒരിക്കലും തന്നെ അനുകൂലമല്ല. എങ്കിലും അവിടം വരെ ഒന്ന് പോകാൻ തീരുമാനിച്ചു. സാധിക്കുകയാണെങ്കിൽ ഒക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കാണണം എന്ന് ആഗ്രഹിക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അന്തരീക്ഷം പ്രതികൂലമാണ്. ശക്തമായ മഴയുണ്ട്. അതുകൊണ്ട് തന്നെ ഡാം കാണുക എന്നുള്ള ഞങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് ഞങ്ങൾ പിന്മാറി. ഞങ്ങളുടെ യാത്ര വീണ്ടും മുന്നോട്ടാണ്. ഇപ്പോൾ ഞങ്ങൾ എത്തിയിട്ടുള്ളത് മീനങ്ങാടിയിലാണ്. മീനങ്ങാടി ടൗണിൻ്റെ ഒരൽപ്പം കാഴ്ചകളാണ് പ്രേക്ഷകർ ഇവിടെ കാണുന്നത്. ചെറിയ രീതിയിലൊരു ഭക്ഷണം കഴിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഇവിടെ ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്. ഭക്ഷണം കഴിച്ച് എല്ലാവരും റെഡിയായി. ഇനി യാത്ര തുടരുകയാണ്. സുൽത്താൻ ബത്തേരിയും കടന്ന് മുത്തങ്ങ വനത്തിലൂടെ ഞങ്ങളുടെ ലക്ഷ്യം ഗുണ്ടൽപേട്ടയാണ്. ഇനി മുത്തങ്ങ വനത്തിൻ്റെ മനോഹാരിതയും ആസ്വദിച്ചുകൊണ്ട് ഞങ്ങളുടെ കളിയും ചിരിയും തമാശയുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. മുത്തങ്ങ വനത്തിലൂടെയുള്ള യാത്രയിൽ എന്തുമാത്രം മൃഗങ്ങളെ ഞങ്ങൾക്ക് കാണാൻ സാധിക്കും എന്ന് യാതൊരുവിധ ഉറപ്പില്ല. എങ്കിൽ കൂടെ കാണുന്ന കാഴ്ചകളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എന്തായാലും വനത്തിൻ്റെതായിട്ടുള്ള ഒരു സൗന്ദര്യമുണ്ട്. അതും ആസ്വദിച്ചുകൊണ്ട് ഗുണ്ടൽപേട്ട ലക്ഷ്യം വെച്ചാണ് ഞങ്ങൾക്ക് യാത്ര പുറപ്പെടേണ്ടത്. അവിടേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഗുണ്ടൽപേട്ട എത്തിയതിനു ശേഷം അവിടുന്ന് യാത്ര വീണ്ടും ആരംഭിക്കും. എന്തായാലും ഈ വീഡിയോയിലൂടെ ഇത്രയൊക്കെയുള്ള കാഴ്ചകളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. വീഡിയോ ഇഷ്ടമായവരൊക്കെ ഒരു ലൈക്ക് സമ്മാനമായി നൽകാനും തുടർന്ന് വരാനുള്ള കാഴ്ചകൾ നഷ്ടമാകാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരിലേക്ക് എത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാനും മറന്നു പോകരുത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്. ജയ് ഹിന്ദ്.